നാടിനെ നടുക്കിയ സുഭദ്ര കൊലക്കേസിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. ആലപ്പുഴ സുഭദ്ര കൊലക്കേസിൽ അന്വേഷണ സംഘത്തിന് നിർണായക തെളിവുകൾ ലഭ്യമായി. സുഭദ്രയെ കൊലപ്പെടുത്തിയ മുറിയിൽ നിന്ന് ഫോറൻസിക് പരിശോധനയിൽ രക്തക്കറ കണ്ടെത്തി. കൊലപാതക ശേഷം വീട് തുടച്ച് വൃത്തിയാക്കിയിരുന്നുവെങ്കിലും തെളിവുകൾ അവശേഷിക്കുകയായിരുന്നു. ശരണ്യ സ്നേഹജൻ ചേർന്ന വിവരങ്ങളുമായി. ശരണ്യ, എത്ര മാത്രം തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിച്ചാലും ഒരു തെളിവെങ്കിലും അവശേഷിക്കുമെന്നൊരു തത്വം നമ്മൾ പണ്ട് മുതലേ കേൾക്കുന്നതാണ്. ഇവിടെ പക്ഷേ ഒരു തെളിവല്ല, അനേകം തെളിവുകളുണ്ട് ഈ പ്രതികൾക്ക് എതിരായി എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്നലെയായിരുന്നു തെളിവെടുപ്പ്. ആ തെളിവെടുപ്പിൽ നിർണായകമായ തെളിവുകൾ ലഭ്യമായി എന്നാണ് മനസ്സിലാക്കുന്നത്. അല്ലെ, എന്തൊക്കെയാണത്? തീർച്ചയായിട്ടും ഈ കേസിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ സുഭദ്ര എന്ന് പറഞ്ഞ വയോധികയെ കാണാതായതിനു ശേഷം ഒരു മാസത്തിന് ശേഷമാണ് ഇവർ കൊല്ലപ്പെട്ടു എന്നുള്ള സ്ഥിരീകരണത്തിലേക്ക് അന്വേഷണ സംഘം എത്തുന്നത്. അതായത് കടവന്ത്ര പോലീസ് ഈ കേസ് അന്വേഷിച്ചപ്പോൾ ഒരു മിസ്സിംഗ് കേസായി മാത്രമാണ് ഇത് അന്വേഷിച്ചിരുന്നത്. ആലപ്പുഴയിലേക്ക് കഴിഞ്ഞ 6-ാം തീയതിയാണ് ഇങ്ങനെ ഒരു മിസ്സിംഗ് കേസ് മറ്റൊരു രീതിയിലേക്ക് മാറിയ ഒരു കൊലപാതകം എന്നുള്ള സാഹചര്യത്തിലേക്ക് മണ്ണഞ്ചേരി പോലീസ് അതിനെ കണ്ടെത്തുകയും മൃതദേഹം കണ്ടെത്തുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ ഒരു മാസത്തിന് ശേഷം തെളിവുകൾ കണ്ടെത്തുക എന്നത് തന്നെ വലിയ ദുഷ്കരമായൊരു കേസ് തന്നെയാണ്. പക്ഷെ ആദ്യഘട്ടം മുതൽ തന്നെ അന്വേഷണ സംഘം മികവാർന്ന രീതിയിൽ ഇതിൽ മുന്നോട്ട് പോയിട്ടുണ്ട്. ഒന്ന്, സുഭദ്രയുടെ മൃതദേഹം ഇവിടെ പരാതി ലഭിച്ച് 2 ദിവസത്തിനുള്ളിൽ തന്നെ കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞിരുന്നു. പക്ഷേ ആ മൃതദേഹത്തിന് തന്നെ കാലപ്പഴക്കം ഉണ്ടായിരുന്നു. എങ്കിൽ പോലും അന്വേഷണ സംഘത്തിന് ഗുണകരമാകുന്ന രീതിയിൽ ഫോറൻസിക് വിഭാഗം നടത്തിയ പരിശോധനയിൽ സുഭദ്രയ്ക്ക് കൃത്യമായ ശരീരത്തിലെ മാംസത്തിൽ ഏറ്റ പരിക്കുകൾ കണ്ടെത്താൻ കഴിയില്ലായിരുന്നെങ്കിൽ പോലും എല്ലുകൾ അടക്കം ഒടിയുന്ന രീതിയിൽ വാരിയലുകൾ തകർക്കുന്ന രീതിയിലുള്ള ആക്രമണം നടന്നിട്ടുണ്ട് എന്നുള്ളത് പോസ്റ്റ്മോർട്ടത്തിൽ തന്നെ സ്ഥിരീകരിക്കാനായി അന്വേഷണ സംഘത്തിന് കഴിഞ്ഞു. ഇപ്പോൾ ഏറ്റവും നിർണായകമായി ഈ കേസിൽ മാറാൻ പോകുന്നത് ഈ സുഭദ്രയുടെ രക്തക്കറകൾ ആ വീട്ടിൽ നിന്ന് കണ്ടെത്താനായി അന്വേഷണ സംഘത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. പലതവണ, അതായത് ഒരു മാസ കാലയളവിനിടയിൽ പലതവണ മാത്യുവും ഒപ്പം തന്നെ ഷർമിളയും ചേർന്ന് ആ വീട് വൃത്തിയാക്കി തുടച്ചു മാറ്റിയൊക്കെ ചെയ്തിരുന്നുവെങ്കിൽ പോലും അതിൽ നിന്നും പലയിടങ്ങളിൽ നിന്നും കട്ടിലിനടിയിൽ നിന്നും രക്തക്കറയുടെ സാമ്പിളുകൾ ശേഖരിക്കാനായി പോലീസിന് കഴിഞ്ഞു. ഫോറൻസിക് പരിശോധനയിൽ അവർക്ക് മതിയായ പരിശോധനയ്ക്ക് ആവശ്യമായുള്ള സാമ്പിളുകൾ ലഭ്യമായി എന്നുള്ളതാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എത്ര തെളിവുകൾ ഒളിപ്പിക്കാൻ ശ്രമിച്ചാലും അവസാനം ആ ഒരു തെളിവിലേക്ക് എത്തുമെന്ന് പറയുന്നത് പോലെ തന്നെ അന്വേഷണ സംഘത്തിന് നിർണായകമായ തെളിവെടുപ്പിൽ നിർണായകമായ രക്തസാമ്പിളുകൾ ലഭ്യമായിട്ടുണ്ട് എന്നുള്ളതാണ്. മറ്റൊന്ന്, ഇവിടെ നിന്ന് കണ്ടെടുത്ത 2 തലയണകളായിരുന്നു. അതിൽ ഒരു തലയണ ഇവർ കത്തിച്ചു കളഞ്ഞു. രക്തം പുരണ്ട ഒരു തലയണ അവർ കത്തിച്ചു കളഞ്ഞിരുന്നു. മറ്റൊരു തലയണ ഇന്നലെ നടത്തിയ പരിശോധനയിൽ തൊട്ടടുത്തു നിന്നുള്ള ഒരു തോട്ടിൽ നിന്ന് കണ്ടെത്തിയിരുന്നു. അതിൽ രക്തക്കറ പുരണ്ടത് കൊണ്ടാണ് ആ തലയണ കത്തിക്കാൻ അവസരം കിട്ടാത്തത് കൊണ്ട് ഉപേക്ഷിച്ചത് എന്നുള്ളതാണ് പ്രതികൾ മൊഴി നൽകിയത്. പക്ഷെ അതിൽ നിന്നും രക്തസാമ്പിളുകൾ കണ്ടെത്താനായി അന്വേഷണ സംഘത്തിന് നിലവിൽ കഴിഞ്ഞിട്ടില്ല എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. ഇതുവരെ ഈ കേസിൽ സുഭദ്രയും ഒപ്പം തന്നെ ഷർമിളയും മാത്യുവും മാത്രമാണ് ഉണ്ടായിരുന്നത്. മറ്റൊരു പ്രതിയായ റൈനോൾഡ് ഇവരെ സഹായിക്കുക, അതായത് മയക്കുമരുന്നുകൾ നൽകാനുള്ള സഹായം നൽകി എന്നുള്ള ഇതിന്റെ അടിസ്ഥാനത്തിലാണ് റൈനോൾഡിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. പക്ഷേ ഇപ്പോൾ നിലവിൽ പുതിയതായി ചോദ്യം ചെയ്തതിൽ നിന്നും റൈനോൾഡും സുഭദ്രയും ഒക്കെ തമ്മിൽ അടുത്ത ബന്ധമുണ്ടായിരുന്നു, കൊല്ലപ്പെട്ട സുഭദ്രയും ഒക്കെയായി അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്നുള്ള വിവരങ്ങളും ഒക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അന്വേഷണ സംഘം ഇപ്പോൾ ഉടുപ്പിയിലാണ്. മണ്ണഞ്ചേരി CA രാജേഷ് നേതൃത്വത്തിലുള്ള സംഘം ഉടുപ്പിയിൽ തെളിവെടുപ്പ് നടത്തുകയാണ്. അവിടെ പലയിടങ്ങളിലായി സുഭദ്രയുടെ സ്വർണം ഇവർ വിറ്റിരുന്നു. ഇന്നലെ വൈകിട്ട് തന്നെ കർണാടകയിലേക്ക് പ്രതികളുമായി അന്വേഷണ സംഘം പോയിട്ടുണ്ട്. ഉടുപ്പിയിൽ നിന്ന് തിരിച്ചെത്തിയാൽ പിന്നീടുള്ളത് എറണാകുളത്തെ തെളിവെടുപ്പാണ്. കാരണം ഇവിടെ നിന്ന് മൃതദേഹം കണ്ടെത്തുന്ന ദിവസം വരെ ഒരു മാസ കാലയളവിൽ ഇവർ ഒളിവിൽ താമസിച്ചിരുന്നത് എറണാകുളത്താണ്. എറണാകുളത്തും ഇവരെ കൊണ്ടുപോയി തെളിവെടുപ്പുണ്ടെന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമായിട്ടുള്ള വിവരം. എന്തായാലും സ്വർണ്ണമടക്കം ഉടുപ്പിയിൽ നിന്ന് അന്വേഷണ സംഘത്തിൽ നിന്ന് കണ്ടെത്തേണ്ടതായുണ്ട്. അതാണ് സാഹചര്യം. ആലപ്പുഴ സുഭദ്ര കൊലക്കേസിൽ അന്വേഷണ സംഘത്തിന് നിർണായക തെളിവുകൾ ലഭ്യമായെന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ശരണ്യ സ്നേഹജനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.